പാടില്ല. നിങ്ങൾക്ക് ഈ പറയുന്നത് നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേൾക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ചാനലുകാർക്ക് വന്ന് പരിശോധിക്കുന്നവരാണ്. അവിടെ എത്രയോ വർഷങ്ങളായി അവർക്ക് നിർദ്ദേശിക്കാൻ ആളുകൾ തയ്യാറാവാത്ത ഞങ്ങളെ കുറ്റല്ല. പഴയ കാലത്തിനേക്കാളും UDFും കോൺഗ്രസും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ കുറ്റല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്തൂർ നഗരസഭയിൽ മാത്രം നിങ്ങൾ കണക്ക് പരിശോധിച്ചോ. ആന്തൂർ നഗരസഭയിൽ മാത്രം ഇടതുപക്ഷത്തിന് 10,500 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ട്. ഈ മണ്ഡലത്തിലും കേരളത്തിലാകമാനം ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞപ്പോ ആന്തൂർ നഗരസഭയിൽ 10,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ തളിപ്പറമ്പ് ആന്തൂർ പഞ്ചായത്തായ സന്ദർഭത്തിലും നിങ്ങൾ ആ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പല വാർഡിലും ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ നഗരസഭയായപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയി വന്നത് 2015 ഇലക്ഷനിൽ ഞാൻ ചെയർമാനായ സന്ദർഭത്തിൽ 14 വാർഡുകളിൽ നോമിനേഷൻ ആരും കൊടുത്തിട്ടില്ല. പിന്നീട് അവരെന്താ വെച്ചാൽ 6 വാർഡിൽ, കഴിഞ്ഞ ഇലക്ഷൻ 6 വാർഡിൽ, ബാക്കി എല്ലാ വാർഡിലും കൊടുത്തു. ഈ വാർഡിൽ 26 വാർഡ് കൊടുത്തു. ഈ കൊടുത്തത് എങ്ങനെയാണ്? ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കൊടുത്തത്. അത് മനസ്സിലായപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആണെന്ന് മനസ്സിലായപ്പം ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥി സ്വമേധയാ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്വമേധയാ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് നോമിനേഷൻ പിൻവലിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്തു. ഒരാളും അവരൊന്നും ഇതാക്കിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടാകുന്നത് ആന്തൂർ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അവിടെ ഉണ്ടാവണല്ലോ. ആ സംഘടനാപരമായ ചുമതലയുടെ ഭാഗമായിട്ടാണ് മതി. അല്ലെങ്കിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവിടെ നിങ്ങൾ ചാനലുകാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടൽ, എല്ലാ നിലപാടും എന്താണെന്ന് തോന്നിട്ടില്ല. അപ്പൊ അവർക്കുണ്ടാകുന്ന, നിങ്ങളിപ്പോ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇപ്പോൾ അവരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നോമിനേഷൻ പല സ്ഥലത്ത് തള്ളിപ്പോയിട്ടുണ്ടല്ലോ. അപ്പൊ ആന്തൂരിൽ പ്രതിപക്ഷക്കാരില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുൻധാരണ വെച്ചുള്ള പ്രചാരവേലില്ലാതെ ഇതിൽ യാതൊരു വാസ്തവവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വന്നിട്ട് ചാനലുകാർക്ക് തന്നെ ആളുകൾ ഇന്റർവ്യൂ നടത്താം. ഈ പിൻവലിക്കപ്പെട്ട സ്ഥാനാർത്ഥിയോടും അതുപോലെ തെറ്റായി കള്ളവൊപ്പിട്ട് കൊടുത്തിട്ടുള്ള അതിന്റെ ഭാഗമായി വന്ന നിർദ്ദേശകരോടൊക്കെ സംസാരിക്കുന്നതാണ്. എന്തെങ്കിലും സ്വാധീനം, എന്തെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായാലും ചോദിക്കാവുന്നതാണ്. നിങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആളുകളോടോ, തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആളുകളോടോ, അല്ലെങ്കിൽ പിൻവലിക്കപ്പെട്ട സ്ഥാനാർത്ഥിയോടോ, അല്ലെങ്കിൽ പൊതുജനങ്ങളോടാണ് ചോദിക്കേണ്ടത്. ആന്തൂരിനെ സംബന്ധിച്ചിടത്തോളം 29 വാർഡിൽ ഞങ്ങൾ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അത്തരം വാർഡിനകത്ത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആളുകളെ വാങ്ങിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് വെറുതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണ്. നിങ്ങൾ ആന്തൂരിൽ ജനങ്ങൾക്ക് ഇതറിയാം. പക്ഷെ നിങ്ങൾക്ക് ചർച്ച നടത്തിയാൽ കേരളത്തിലാകമാനം ആന്തൂർ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാകും. പക്ഷെ ആന്തൂർ ജനങ്ങൾക്കറിയാം ഈ യാതൊരു അർത്ഥമില്ല. അവരുടെ ആളുകൾ, അവർക്ക് അനുകൂലമായി ചിന്തിക്കാത്ത, നോമിനേഷൻ പോലും ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായ ആളുകൾ ഇതിന്റെ പല വാർഡുകളിലും ഉണ്ട്. കൊടുത്തത് തന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് നിർദ്ദേശം കൊടുപ്പിച്ചതെന്ന കാര്യങ്ങളും സ്ഥാനാർത്ഥി എങ്ങനെ നിർത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്കറിയാം, ആന്തൂരിലെ ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേണ്ടി വരും, നമ്മളെല്ലാം മുൻകൈ നമ്മളെ ആൾക്കാർ നിർദ്ദേശിക്കേണ്ടി വരും. ആളില്ലാത്തതിന്, അവിടെ ആളില്ലാത്തതിന് ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഗോവിന്ദ മാഷിന്റെ വാർഡില് ഇലക്ഷൻ നടത്തിയ എന്താ കുഴപ്പം? ഇവിടെ നിയമസഭ ഇലക്ഷന്റെ ഭാഗം നടക്കുന്നത് അതാണ് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ 10,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്ന മുനിസിപ്പാലിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരം ഉണ്ടാകുന്ന ഞങ്ങൾ എന്തിനാ ഭയക്കേണ്ട ആവശ്യം? അങ്ങനത്തെ ഒരു ഭയവും ഇല്ല, പേടിയും ഇല്ല. ഗോവിന്ദ മാഷായ വാർഡാണ്ട് ഇലക്ഷൻ നടന്നതിന്റെ കുഴപ്പം നമ്മൾ ജനാധിപത്യ വിരോധികളാറ്റ. ജനാധിപത്യത്തിൽ നല്ലതുപോലെ താല്പര്യം കാണിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനം തന്നെ നമ്മളത്.